പ്രിയപ്പെട്ടവരെ നമസ്കാരം. ചൂട് അതികഠിനമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഉച്ചവെയിലത്ത് ഇറങ്ങി നടക്കാതിരിക്കുക. അതുപോലെ തന്നെ ദാഹമില്ലെങ്കിലും വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ കോട്ടൺ ഡ്രസ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സിറ്റുവേഷനിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ഏറ്റവും പുണ്യം ചെയ്ത ദമ്പതിമാരാണ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറയട്ടെ. ഏറ്റവും പുണ്യം ചെയ്ത ഏറ്റവും ഭാഗ്യമുള്ള ദമ്പതിമാരെന്ന് പറയുമ്പോൾ മക്കളില്ലാത്ത ദമ്പതിമാരാണെന്ന് ഞാൻ പറയും. നിങ്ങളത് പറയുന്നുണ്ടോ, അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. കാരണം മക്കൾ പുറത്ത് പോയിട്ട് തിരിച്ച് വരുന്നവരെ അച്ഛനും അമ്മക്കും ഭയങ്കര ടെൻഷനായിരിക്കും. എന്ത് പറ്റി എൻ്റെ മക്കൾക്ക്? അങ്ങനെയുള്ള മക്കൾ തന്നെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കഴുത്തറുത്ത് കൊല്ലുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളെ ചുട്ടുകൊല്ലുന്നു, അച്ഛനമ്മമാരെ ചുട്ടുകൊല്ലുന്നു, അങ്ങനെ കൊല്ലുന്നു. അത്ര അതിഭീകരമായ ഓരോ വാർത്തകളും അത് ദിവസം തോറും വന്നുകൊണ്ടേയിരിക്കുന്നത്. അച്ഛനും അമ്മയും ചിലപ്പോൾ പ്രേമിച്ചിട്ടായിരിക്കാം കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആയിരിക്കാം. അങ്ങനെ ഒരുപാട് കാലം എന്താ പറയേണ്ടത്, വഴിപാടും നേർച്ചയും ഒരുപാട് പണച്ചെലവും ഒക്കെ ചെയ്ത് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടായിരിക്കും ഒരു കുഞ്ഞിക്കാല് കാണുന്നുണ്ടാവും. ആ കുഞ്ഞിക്കാലിനെ താലോലിച്ച് വളർത്തി അവരുടെ ജീവൻ മൊത്തം ആ കുട്ടിയിലേക്ക് കൊടുത്ത് പണവും എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് നന്നായിട്ട് വളർത്തിയ മക്കളാണ് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കഴുത്തറുത്തിട്ടൊക്കെ കൊല്ലുന്ന ഭീകര അന്തരീക്ഷമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഒക്കെ ഇരിക്കുന്നത്. ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന അവസ്ഥയാണ്. ഇപ്പം ഇന്നലെ തന്നെ പേരാവൂർ നടന്നത്. അമ്മയെ മകൻ കഴുത്തറുത്ത് കൊന്നു. ഇന്നലെ ഈ സമയം ആ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? എന്തെങ്കിലും അറിയുന്നുണ്ടോ? അപ്പം മകനെ പറ്റി ആദ്യം വ്യാധിയിലും ആയിരിക്കും ഉണ്ടാവുക. അവർ മകൻ എവിടെ പോയി, ബൈക്ക് എടുത്തിട്ടാണ് പോയിട്ടുണ്ട്, എന്ത് പറ്റി, അല്ലെങ്കിൽ എപ്പോൾ തിരിച്ചു വരും എന്നുള്ളവർ ഭയങ്കര ആദിയിലായിരിക്കും അച്ഛനും അമ്മയും കഴിയുന്നുണ്ടാവുക. ആ അച്ഛനും അമ്മയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്താ അവസ്ഥ? അപ്പം ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ? ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏറ്റവും പുണ്യം ചെയ്തതും ഭാഗ്യം ചെയ്തതും മക്കളില്ലാത്ത ദമ്പതിമാർ തന്നെയാണ്. ഇന്നത്തെ കാലത്ത് മക്കളുണ്ടെങ്കിൽ മക്കളെ പേടിച്ച് മക്കൾ ഏത് കോലത്തിലാണ് വീട്ടിലേക്ക് കയറി വരിക, കത്തി കൊണ്ടാണോ, പെട്രോൾ കൊണ്ടാണോ, അല്ലെങ്കിൽ വല്ല വിഷക്കുപ്പി കൊണ്ടോ ആണോ എന്നുള്ള പേടിപ്പെടുത്തുന്ന മറ്റ് അച്ഛനമ്മമാർക്ക് പേടിപ്പെടുത്തുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ എല്ലാ മക്കൾക്കും ഒന്ന്, മക്കൾ ഈ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെ ഇത്രയും വളർത്തി വലുതാക്കി വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഉണ്ണാതെയും ഉറങ്ങാതെയും ഒക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കിയത്. അപ്പം നമ്മൾ അച്ഛനും അമ്മമാരെയും വേണ്ട എങ്കിൽ നിങ്ങൾ കൊല്ലാൻ നിൽക്കണ്ട. കഴുത്തറുത്തിട്ടും ചുട്ടിട്ടും കൊല്ലാൻ നിൽക്കണ്ട. നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവരെ ഒഴിവാക്കിക്കോ. ഒഴിവാക്കിയാൽ ഇത്രയും മറ്റുള്ള ജനങ്ങൾക്ക് ഭീകരമായിട്ട് തോന്നില്ല. ഒഴിവാക്കി എന്ന് പറയുകയും ചെയ്യും. അങ്ങനെ മക്കൾ അച്ഛനമ്മമാരെ ഒഴിവാക്കി എന്ന് കുറ്റം പറയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ അന്തരീക്ഷം സൃഷ്ടിക്കാതെ, ലോകത്തിനെ തന്നെ പേടിപ്പെടുത്തുന്ന ഇങ്ങനെയുള്ള ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാതെ അച്ഛനമ്മമാരെയും വേണ്ട, കുടുംബങ്ങളെ വേണ്ട. ഒന്നുകിൽ മക്കൾ തന്നെ അങ്ങ് മാറി എവിടെയെങ്കിലും താമസിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ അച്ഛനും അമ്മേനെയും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെയും വേറെ എവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കുകയോ അങ്ങ് ഒഴിവാക്കുകയോ എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ ഇങ്ങനെ കൊടും ക്രൂരത ഇനിയുള്ള മക്കളെങ്കിലും ചെയ്യാതിരിക്കണമേ എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. കൂടുതൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അത്രയും തരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ബുദ്ധി പകരട്ടെ എന്ന്